ഈശോയിലേറെ സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗം. ഒരു വിരുന്നുശാലയിൽ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുവൻ പറയുകയാണ്, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നതാണ് ഏറ്റവും അനുഗ്രഹീതമെന്ന്. അവിടെ ഈശോ ഒരു ഉപമ പറയുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി വിരുന്നൊരുക്കിയ യജമാനൻ വിരുന്ന് കാലമായപ്പോൾ ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കുവാനായിട്ട് ആളയക്കുന്നുണ്ട്. ക്ഷണിക്കപ്പെട്ടവരൊക്കെ ഓരോരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞു മാറുകയാണ്. ഒരുവൻ നിലം വാങ്ങി, ഒരുവന് കാളയെ പൂട്ടണം, ഒരുവൻ വിവാഹിതനാണ്. വ്യത്യസ്തമായ കാരണങ്ങൾ പറഞ്ഞ് അവർ മാറിയപ്പോൾ യജമാനൻ പറഞ്ഞു വിടുന്നു, നീ തെരുവിലേക്ക് ഇറങ്ങുക, അവിടെ നീ കാണുന്ന മുടന്തരെയും ദരിദ്രരെയും അനാഥരെയും ഒക്കെ വിളിച്ചുകൊണ്ട് ഈ വിരുന്നിൻ്റെ ഭാഗമാക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ പാഠമാണ് സുവിശേഷം സമ്മാനിക്കുക. നമ്മിൽ പലരും പേരുകൊണ്ട് ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവരായിരിക്കാം. എൻ്റെ ജീവിതക്രമങ്ങൾ കൊണ്ട്, മനോഭാവങ്ങൾ കൊണ്ട് ക്രിസ്തുവിന് പ്രിയപ്പെട്ടവരായിട്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് സ്വർഗീയമായ വിരുന്നിന് നാം ഓരോരുത്തരും അർഹരാവുക. പുറംപൂച്ചുകളുടെ ലോകത്തിൽ നിന്നൊക്കെ മാറി ആത്മാർത്ഥമായി യഥാർത്ഥമായ വിരുന്നിൻ്റെ പങ്കുകാരാകുവാനായിട്ട് നമ്മുടെ ജീവിതയിടങ്ങളെ വിശുദ്ധമാക്കാം. ദൈവരാജ്യത്തിലേക്കുള്ള നമ്മുടെ യോഗ്യത നമ്മുടെ പേരോ കുടുംബമഹിമയൊന്നുമല്ല. ജീവിത കർമ്മങ്ങളിൽ വിശുദ്ധിയോടുകൂടെ നിർമ്മലതയോടുകൂടെ പെരുമാറുമ്പോഴാണ് അവിടെ വിരുന്നിന് നാം ഓരോരുത്തരും പരിഗണിക്കപ്പെടുക. ദൈവം പറയുന്നുണ്ട്, വിളിക്കപ്പെട്ടവർ ധാരാളമാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് നമ്മളെയും ചേർത്ത് വെക്കണമെന്നാവട്ടെ നമ്മുടെ ഇന്നിൻ്റെ പ്രാർത്ഥന. ദൈവരാജ്യത്തിൻ്റെ അപ്പം ഭക്ഷിക്കുവാനായിട്ട് നമ്മളെയും യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിനുള്ള ഉപാധികളായി നമ്മുടെ ജീവിതയിടങ്ങളെ പവിത്രമാക്കുവാൻ, കർമ്മമണ്ഡലങ്ങളെ നന്മയുടേതാക്കി മാറ്റുവാൻ, ചുറ്റുവട്ടങ്ങളിലേക്ക് കണ്ണുപിടിച്ചുകൊണ്ട് എല്ലാവരിലും ദൈവിക ഭാവങ്ങൾ ദർശിച്ചുകൊണ്ട് സ്വർഗീയമായ വിരുന്നിന് നമ്മളെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുത്തപ്പെടേണ്ട ജീവിത മേഖലകളെയൊക്കെ തിരുത്തി നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്നവരാകുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.